ബേലൂർ മക്നയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ സിജു കണ്ണൻ കൂടി നൽകും. അദ്ദേഹം സിജു കൂടിയുണ്ട്. സിജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിജു, അനൂപ പറഞ്ഞു വരികയായിരുന്നു ബേലൂർ മക്നയെ മയക്കുവെടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നാൽ നിരവധി പ്രതിസന്ധികൾ, നിരവധി തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. വയനാട് ഇന്നുവരെ കാണാത്ത ഒരു ദൗത്യ സംഘമാണ് ഈ ബേലൂർ മക്നയെ മയക്കുവെടി വെക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് പറയുന്നത്. അതിൽ കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ മറ്റൊന്ന്, എല്ലാവർക്കും അവിടെ ആശങ്കയുണ്ടാകും, ഈ ബേലൂർ മക്ന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമോ എന്നത്. അതിനുള്ളൊരു സാധ്യതയുണ്ട്. അത് തടയാൻ വേണ്ട സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട് ദൗത്യ സംഘത്തിന്റെ ഭാഗത്ത്. ഈ ബേലൂർ മക്നയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം കഴിഞ്ഞ 6ാം ദിവസവും തുടരുകയാണ്. വലിയൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് ഈ കാട്ടിനകത്തേക്ക്, ഉൾവനത്തിനകത്തേക്ക് പോയി എന്നുള്ളതാണ്. എന്തായാലും ദൗത്യസംഘം അതിനുള്ള ശ്രമം തുടരുകയാണ്. ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാന ഇനി നിലവിലിറങ്ങാനുള്ളൊരു സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ ഒരു ദൗത്യമാണ് എടുത്തിരിക്കുന്നത്. പ്രധാനമായും ആദ്യഘട്ടത്തിൽ ഇതിനെ കണ്ടെത്തിയെങ്കിലും മയക്കുവെടി വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വനത്തിനകത്തേക്ക് കയറി പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇപ്പോഴും ആ ശ്രമം തുടരുകയാണ്. ഏതായാലും ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ദാരുണമായൊരു സംഭവം ഉണ്ടായത്. വനവകുപ്പിൻ്റെ താൽക്കാലിക ജീവനക്കാരനായ പോളിൻ്റെ ഒരു മരണം കുറുവ ദ്വീപിനടുത്തുണ്ടായത്. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഹർത്താൽ നടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിൻ്റെ മൃതദേഹം വയനാട്ടിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്. ഏതാണ്ട് 2 മണിക്കൂറിലധികം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വയനാട്ടിലേക്ക് വേണം. വനംവകുപ്പ് ജീവനക്കാരും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും എല്ലാം തന്നെ അനുഗമിക്കുന്നുണ്ട്. പോലീസും വനംവകുപ്പും അനുഗമിക്കുന്നുണ്ട്. 3 മണിക്കാണ് നിലവിൽ സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. കീർത്തി. ശരി, സിജു കണ്ണനാണ് ആ വിവരങ്ങൾ നൽകിയത്.